ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കോളേജ് ഐവിക്ക് പോകാൻ കോളേജിലെ ലാസ്റ്റ് ട്രിപ്പ്. അപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇതുവരെ വ്ളോഗ് എടുത്ത് ശീലോ പരിചയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെതായ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. ക്യാമറ പിടിക്കുന്നതായാലും എല്ലാം എൻ്റെ പോകുമ്പോലും കിട്ടാൻ സാധ്യതയില്ല. എന്നാലും എന്നെക്കൊണ്ടാവുന്ന പോലെ ചെറിയൊരു വ്ളോഗ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ പോകുന്നതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ് ഒന്ന് കണ്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിള്ളേരിലുണ്ട് ഞാനും കുഞ്ഞുണ്ട്. ഇത് നമ്മൾ ട്രെയിന് കാത്തിക്കുന്നതാണ്. ട്രെയിന് 6:30ക്കാണ്. നമ്മളിങ്ങനെ വീഡിയോ കാര്യങ്ങളും എടുത്തിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നതാണ്. ട്രെയിൻ കുറച്ച് ലേറ്റാണ്. 5:30 ട്രെയിൻ 5:50 എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്ന അർജു നവി എല്ലാവരും ഉണ്ട്. എല്ലാവരും നടക്കുന്നത് ട്രെയിൻ വന്നിട്ടാണ്. ഓക്കെ ബൈ. ശ്രീരാജ് ഉണ്ട്, മെക്കാനിക്കൽ സെക്കൻഡ് ശ്രീരാജ്. ഹായ് ഗൈസ്, ട്രെയിനിൽ കയറി എടുത്ത് വ്ളോഗ് എടുക്കാൻ ചെറുതായി മറന്നുപോയി. ഫുഡെല്ലാം കഴിച്ച് വെറുതെ ഇരിക്കുന്ന ഒരുത്തിനിടെ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഗാലറി എല്ലാം എടുത്ത് ഫോട്ടോ എല്ലാം നോക്കുന്നുണ്ട്. അർജുനുണ്ട്, തമ്മാണിയുണ്ട്. എല്ലാവരും ഓരോ ആൾ സൈഡായി തുടങ്ങി. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ട്രെയിനിൽ 2 ദിവസം ഇങ്ങനെ പോവാ അത്ര. ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്ന് നൈറ്റ് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാലും ഒന്നും കേൾക്കില്ല. ഫുള്ള് ട്രെയിനിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോഴും കിടന്നുറങ്ങിയത്. ഇപ്പോൾ സമയം ഏകദേശം 7:30 അങ്ങനെ ആയി. അർജപ്പുറം കട്ടത്തുനിന്ന് അറിയുന്ന എന്താണ് അറിഞ്ഞു? എത്ര മണിക്ക് കിടന്നുറങ്ങിയതില്ല? 4 മണിക്കാ? 5 മണിക്കാ? അയ്യോ. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം പല്ലെല്ലാം തേച്ച് ഇങ്ങനെ നിൽക്കണം. അടുത്ത പരിപാടി ഒന്നും അറിയില്ല. ഫുഡ് കഴിക്കണം. ഫുഡ് അറിയാനൊന്നുമില്ല. പഴവും ബ്രെഡ് ജാമ അങ്ങനെ തന്നെ ഉള്ളു. ഒരുത്തന്നെ ഇവിടെ കിടന്നുറങ്ങുന്ന. ഓക്കെ, അപ്പുറം പോയി നോക്കാം. വേറെ ഗായ്സ്, നവി എത്തിയിട്ടുണ്ട്. നവി കളിക്കുന്നുണ്ടാടാ. തണുപ്പൊന്നുമില്ല, തണുപ്പില്ല പോലെ ഗൈസ്. ഗൈസ് എവിടെയോ എത്തിയിട്ടുണ്ട്. കറക്റ്റ് സാധനം അറിയില്ല. സൂര്യ കണ്ണിനടിക്കുന്നത് ഗൈസ്. സൺ കിസ്ഡ്. മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന മര്യാദയ്ക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധ്യതയില്ല. ഉള്ളി ട്രെയിനിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. നാളെ രാവിലെ 10 മണിക്കകത്ത് എത്തുള്ളൂ. രാവിലെ ഒന്നും തിന്നാനില്ല. കുഞ്ഞു കേങ്ങ വറുത്ത് തിന്നിട്ട് ഒപ്പിക്കുന്നതാണ് കുഞ്ഞു. വേറെ ഒന്നും തിന്നാനില്ല. വേണ്ടിയിട്ട് തൊമ്മാനിതാ അറിഞ്ഞു. ഗൈസ്, തൊമ്മാനിൻ്റെ എന്തോ സ്പെഷ്യൽ ഫുഡ് ഉണ്ട് വരും.
തോമാണി എന്താ ഫുഡ് എന്താ? ചപ്പാത്തി ചിക്കൻ. ഓക്കെ. തീരെ കൂടുവയ്യ, നല്ല ടേസ്റ്റ് ആവുകയ്യ. രാവിലെ ഫുഡ് ഇതാണ് തൊമ്മാണിൻ്റെ ആകെ ചപ്പാത്തിയും ചിക്കനും. നമുക്ക് പിള്ളേരെല്ലാം കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് വരാം. അതുപോലെ പിള്ളേരെല്ലാം ചെയ്ത് നോക്കാം. മുമ്പിൽ അർജുനുണ്ട്. നീ പോയി ചത്തോടെ മുറി അറിയ പാടാറില്ല ുള്ള കളവാണിക്കാർ കൂന്തല് കണ്ടപ്പോ കണ്ണു മുഴകി
ഗൈസ് ഈ പേടിയിൽ എത്തിയിട്ടുണ്ട്. ട്രെയിൻ നിർത്തിയിട്ടുള്ള പേടിയാവുന്നൊരു പിടിയില്ല. ട്രെയിൻ ഓടുമ്പോൾ വ്ളോഗ് എടുത്തിട്ട് കാര്യമില്ല, ഒന്നും കേൾക്കില്ല, മൈക്കില്ലാത്തതുകൊണ്ട്. വേറെ എന്നാ ഒന്നുമില്ല, റേഞ്ചൊന്നും കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കല. കുറേ ആള് പാട്ടും കേട്ടിരിക്കുന്നുണ്ട്, കുറേ ആള് കിടന്നുറങ്ങുന്നുണ്ട്. വ്ളോഗ് എടുക്കുന്നത് പത്ത് സമയത്തിലായി നമ്മ 11:45. അപ്പം ഇനി അടുത്ത ഫുഡ് കഴിക്കുമ്പോൾ കാണാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ. അതിലൊന്നും ആവില്ല, ഇതൊന്നും ഞാൻ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ട്രെയിനിൽ രണ്ടാമത്തെ ദിവസമാണ്. എണീച്ച് പലതും ചേച്ചി ചാല കുടിച്ച് തൊമ്മാണിയുണ്ട് ഇവിടെ ഫോണ് കുത്തിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല. ബാക്കി പിള്ളേരിലപ്പുറമുള്ള ഒരു 10 മണിയാകുമ്പോഴത്തില്ലടാ, 10 മണിയാകുമ്പോൾ ആഗ്രഹത്തും. എന്നിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. നമ്മളങ്ങനെ ഡൽഹി എത്തി, ആഗ്ര എത്തി. എല്ലാവരും കുഞ്ഞു ആഗ്ര റെയിൽവേ സ്റ്റേഷനിലാണുള്ള. അത് ഓക്കെ, ഇനി പോയിട്ട് ഫ്രഷ് ആവണം. പിള്ളേരെല്ലാം വരുന്നുണ്ട്. സാരെങ്കിലും നമ്മൾ ഫ്രഷ് ആയിട്ട് ബാക്കി